2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിന്റെ പതാക വാനോളം ഉയർത്തിയ ഭാരതത്തിന്റെ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ഊഷ്മളമായ കൂടിക്കാഴ്ചയിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, സായ്ഖോ മീരാഭായ് ചാനു തുടങ്ങിയ പ്രമുഖ താരങ്ങളെ പ്രധാനമന്ത്രി പ്രത്യേകം പ്രശംസിച്ചു. ഗെയിംസിനിടെ ഗ്ലാസ്ഗോയിലെ റെസ്റ്റോറന്റിൽ ഭാരതത്തെ വികൃതമാക്കിയ ഭൂപടം വെച്ചതിനെ ചോദ്യം ചെയ്ത ലവ്ലിനയുടെ രാജ്യസ്നേഹത്തെയും ധീരതയെയും പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. खेलेगा वो खिलेगा. ऑलवेज चीयर फॉर भारत. भारत माता की भारत माता की. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചെത്തിയ ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഗെയിംസിലെ ബോക്സിംഗ് മത്സരങ്ങളിലെ മികച്ച പ്രകടനത്തെയും അത് ഭാരതത്തിന്റെ കായിക മേഖലയ്ക്ക് നൽകിയ ഊർജത്തെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. ടൂർണമെന്റിനിടെ ഗ്ലാസ്ഗോയിൽ ഒരു റെസ്റ്റോറന്റിൽ ഭാരതത്തിന്റെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ചപ്പോൾ ശക്തമായ എതിർപ്പറിയിച്ച ബോക്സർ ലവ്ലിന बोरगोहेनेയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. जरूर सर, पूरे सभी डरे हुए थे, एक के बाद एक गोल्ड मेडल आ रहे थे और मतलब पूरा लास्ट में ऐसे धमाका जैसा हो गया. बिल्कुल जिस तरीके से हम लोगों को सपोर्ट मिल रहा है, हमें बैक टू बैक कंपटीशन मिल रहा है, वो एक बहुत बड़ी बात है. और हमारे जितने भी यंग एथलीट हैं वो लोग सभी जैसे खेलो इंडिया स्कीम से आए हुए हैं और ये एक बहुत बड़ा चेंजेस ला रहा है पूरे. കായിക താരങ്ങൾക്ക് രാജ്യം നൽകുന്ന പിന്തുണയും തുടർച്ചയായ മെഡൽ നേട്ടങ്ങളും ഭാരതത്തിലെ കായിക മേഖലയ്ക്ക് വന്ന വലിയ മാറ്റത്തിന്റെ തെളിവാണെന്ന് ലവ്ലിനയും പ്രതികരിച്ചു. ഓരോ സ്വർണ്ണ മെഡലുകൾ പൊഴിയുന്നത് പോലെയാണ് തോന്നിയതെന്ന് പ്രധാനമന്ത്രി ചാനുവിനോട് പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടവും 4 വർഷത്തെ പരിക്കുകളും കുടുംബ പ്രശ്നങ്ങളും മറികടന്നാണ് ഈ സ്വർണ്ണ നേട്ടമെന്ന് ചാനു വിതുമ്പലോടെ പ്രധാനമന്ത്രിയോട് പങ്കുവച്ചു. तो बहुत मुश्किल से मैं ये 4 साल फेस किया था. तो वो सब जब पोडियम में जब मैं खड़ी थे सर, और हमारी जो फ्लैग ऊपर जाते हैं और हमारे नेशनल एंथम जब बजते हैं तो सर हम रुक नहीं सकते सर. ഈ വിജയങ്ങൾ വരും തലമുറയ്ക്ക് വലിയ പ്രചോദനമാണെന്ന് ഓർമ്മിപ്പിച്ചാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. ജനം, ഡൽഹി.